ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 2 ടയർ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഓവണൊന്നും ഇല്ലാതെ നമ്മൾ അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി കേക്ക് തന്നെയാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു അരിപ്പിയിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഡ്രൈ ആയ ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പൊടിക്കാത്തതാണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു മൈദ മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹെഡ് ബീറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഗീ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു ബേസിൽ കുറച്ചൊരു ഫിയോന കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു കേക്ക് തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിയോന ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫിയോനൻ്റെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല, ഷുഗർ സിറപ്പിൻ്റെ ഒന്നും. കാരണം ഓൾറെഡി കുറേ വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണട്ടോ. കാരണം ഫിയോനൊക്കെ നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഫിയോന അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഫില്ലിംഗ് ആണ്. ഫില്ലിംഗ് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ നട്ട്സും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഞാൻ ഒരു കേക്ക് 3ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫില്ലിംഗ് ആയിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതെന്ന് വെച്ചാൽ 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്ത കേക്കാണ്. അതുപോലെ 2 ടയർ ആക്കുമ്പോൾ നമുക്ക് 2 കേക്ക് വേണമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം 4 മുട്ടക്ക് 8 ഇഞ്ചിൻ്റെ പാനിലും പിന്നെ 2 മുട്ടക്ക് ചെറിയ പാനിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കാണിക്കുമ്പോൾ ഇതിൽ ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ ചെറിയ കേക്കിൻ്റെ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിലുള്ള ഇൻഗ്രീഡിയൻസ് 2 മുട്ട വെച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ അതിൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ. ഇപ്പോൾ 4 മുട്ടക്കാണല്ലോ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ നേരെ പകുതിയായിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ ഒരുപാട് ക്രീമൊന്നും വെച്ചിട്ടൊന്നും ഐസിങ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് രണ്ടാമത്തെ കേക്ക് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ കേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഫിയോന അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേക്ക് എങ്ങനെയാണോ ഫില്ല് ചെയ്തത് അതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2 ടയർ കേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിങ്ങളൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഈ മേലത്തെ കേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ആവണം. അതിനുശേഷം മാത്രമേ ഇതുപോലെ 2 ടയറായിട്ട് വെക്കാനും പാടുള്ളൂ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ വീണ്ടും കാണിക്കാത്തത്. ഇനി നമുക്കിതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിടുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഷുഗർ ബോൾസും അതുപോലെ ചോക്ലേറ്റൊക്കെ ചെറിയൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്